നമസ്കാരം. ഒരു വ്യക്തിക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണം എങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ഉയർച്ച വളരെ വേഗത്തിൽ സംഭവിക്കും. വന്നു ചേരുന്ന അപകടങ്ങളിൽ നിന്ന് പോലും രക്ഷ നേടുവാൻ ഇവർക്ക് സാധിക്കും. എന്നാൽ ജനനം മുതൽ തന്നെ ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ പറയുന്നതിൻ്റെ അർത്ഥം മറ്റ് നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹമില്ല എന്നല്ല. ഏവർക്കും അവരുടെ പ്രവൃത്തിയാൽ ഈശ്വരാനുഗ്രഹം കടന്നു വരിക തന്നെ ചെയ്യും. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് അത് ജനനം മുതൽ സിദ്ധിച്ചിരിക്കുന്ന കാര്യമാണ്. ക്ഷേത്രപുരാണത്തിൻ്റെ പുതിയ ഈ അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. ഓം നമഃശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പൊതുഫലപ്രകാരം രോഹിണി, ആയില്യം, ഭരണി, തിരുവാതിര, അത്തം, പൂരം, പൂരാടം, തൃക്കേട്ട, തിരുവോണം, ചതയം, രേവതിയാണ് നിങ്ങളുടെ നക്ഷത്രമുണ്ട് എങ്കിൽ രേഖപ്പെടുത്തൂ.